സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കം. ശബരിമലയുടെ മതാതീത ആത്മീയത ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക ലക്ഷ്യമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭക്തി പരിവേഷമായി അണിഞ്ഞവർ അയ്യപ്പ സംഗമം തടയാൻ പരിശ്രമിച്ചുവെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെയും സംഘപരിവാറിനെയും വിമർശിച്ചത്. അയ്യപ്പ സംഗമം തടയാനുള്ള ശ്രമങ്ങളെ സുപ്രീം കോടതി തന്നെ വിലക്കിയെന്നും അയ്യപ്പനോടുള്ള ഭക്തിയും വിശ്വാസപരമായ ശുദ്ധിയും ഇത്തരക്കാർക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിനാണെന്നും ഭക്തരുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത്ര കാലവും ഇല്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നാണ് ചിലർ ചോദിക്കുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അതാവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്ന് ചിന്തിക്കേണ്ടതുകൊണ്ട് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് 2 മന്ത്രിമാർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ, KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ തുടങ്ങിയ വിവിധ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി. 3 വേദികളിലായി നടക്കുന്ന സെമിനാറുകൾക്ക് ശേഷം വൈകിട്ട് 5 മണിയോടെ അയ്യപ്പ സംഗമം അവസാനിക്കും. മീഡിയ 1 പത്തനംതിട്ട.